മടങ്ങി വരാൻ ആവാത്ത വിധമൊന്നും LDFിനുള്ളിൽ ഒരു തകർച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. CPMന് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഒരു പരാജയം സംഭവിച്ചാൽ അത് പരാജയമാണ് എന്ന് അംഗീകരിക്കുന്നിടത്തു നിന്നാണ് പിന്നീടുള്ള വിജയങ്ങൾ സംഭവിക്കുക എന്നുള്ളൊരു തത്വം ഗോവിന്ദൻ മാഷ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഈ സർക്കാരിനോടുള്ളൊരു അതൃപ്തി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചു ജയിക്കും എന്നൊക്കെയുള്ളൊരു മനോഭാവത്തോടുകൂടി നിന്നിട്ട് കാര്യമില്ല. ജനങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാത്ത ഒരു തിരുത്തലുമായിട്ടാണ് CPMന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ വരുന്നത് എങ്കിൽ 2026 പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും അവരുടെ വിധി എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ LDF ഒരു തിരുത്തലിന് തയ്യാറാകുമോ? മടങ്ങി വരാൻ ആവാത്ത വിധമൊന്നും LDFിനുള്ളിൽ ഒരു തകർച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. CPMന് കൃത്യമായ ഒരു ധാരണയുണ്ട്. പക്ഷെ ഒരു പരാജയം സംഭവിച്ചാൽ അത് പരാജയമാണ് എന്ന് അംഗീകരിക്കുന്നിടത്തു നിന്നാണ് പിന്നീടുള്ള വിജയങ്ങൾ സംഭവിക്കുക എന്നുള്ളൊരു തത്വം ഗോവിന്ദൻ മാഷ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സഖാക്കന്മാരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരൊന്നും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാക്കന്മാരോ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാക്കന്മാരോ ഒന്നുമല്ല. വളരെ സാധാരണക്കാരായിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സഖാക്കന്മാരാണ്. ഇവരിൽ പലർക്കും ഈ സർക്കാരിനോടുള്ളൊരു അതൃപ്തി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ഗോവിന്ദൻ മാഷ് ആദ്യം ചെയ്യേണ്ടത്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഒക്കെ പാർട്ടിക്കുണ്ടായിട്ടുള്ള ദൗർബല്യത്തെക്കുറിച്ച് പഠിക്കുകയും തിരുത്തുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ദൗർബല്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അടിത്തട്ടിലുള്ള എല്ലാ സഖാക്കന്മാരും മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധാർഷ്ട്യമാണ്. അതായത് സാധാരണ അംഗങ്ങൾക്കുള്ളൊരു പരാതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്തൊക്കെ തല തിരിച്ച് കളയുന്ന അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ഗൗനിക്കാത്ത ഒരു നിലപാട് പല ലോക്കൽ സെക്രട്ടറിമാർക്കും ഏരിയ സെക്രട്ടറിമാർക്കും ജില്ലാ സെക്രട്ടറിമാർക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പരാതി. ഈ പരാതി പരിഹരിക്കുകയാണ് ഏറ്റവും ആദ്യം ഗോവിന്ദൻ മാഷ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പണ്ട് പല സഖാക്കന്മാരുടെയും പ്രസംഗങ്ങളൊക്കെ പല വേദികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള വിവാഹ വീടുകളിലേക്ക് കടന്നു ചെല്ലണം, തൊട്ടടുത്തുള്ള മരണങ്ങളിലേക്ക് കടന്നു ചെല്ലണം, അവരെ സഹായിക്കണം, തൊട്ടപ്പുറത്ത് എന്തെങ്കിലും തരത്തിൽ പട്ടിണി അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്നത്. CPMനകത്തുനിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും പുറത്തു നിന്ന് കൃത്യമായിട്ട് CPMനെ നിരീക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ ഉണ്ടായിരുന്ന CPMൽ നിന്ന് ഇന്ന് കുറച്ചൊക്കെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ആ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തലുകൾ എവിടെ നിന്ന് പാർട്ടി ആരംഭിക്കുന്നോ അവിടെ മാത്രമേ പാർട്ടിക്ക് വീണ്ടും വിജയരഥത്തിലേറാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി അണികളോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം, ശബരിമലയിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം സമ്മതിച്ചേ പറ്റൂ. പത്മകുമാറിനെ പുറത്താക്കാതിരുന്നത് വാസുവിനെ പിന്നെ പാർട്ടി ഭാരവാഹിത്വങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, പാർട്ടി മെമ്പർ പോലും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പത്മകുമാറിനെ പുറത്താക്കാത്തത് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു തെറ്റാണ് എന്ന് ഇനിയെങ്കിലും പറയണം. എല്ലാ ആളുകളും CPMന്റെ നേതാക്കന്മാരെല്ലാവരും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ച് ജയിക്കും എന്നൊക്കെയുള്ളൊരു മനോഭാവത്തോടുകൂടി നിന്നിട്ട് കാര്യമില്ല. ഈ ഇലക്ഷന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിച്ച് ജയിക്കുന്നതല്ല. തർക്കിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഡിബേറ്റിലാണ്. പക്ഷെ ഡിബേറ്റിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തുക എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജനങ്ങൾ അതിനെ നോക്കി പുച്ഛിക്കുകയായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പണ്ടത്തെ ആളുകളുടെ പോലെ അല്ല ഇപ്പോൾ. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. എല്ലാവരുടെയും കൈകളിൽ മൊബൈലുകളുണ്ട്. ആ മൊബൈലുകളിൽ വരുന്ന 100 കണക്കിന് മെസ്സേജുകൾ നമ്മുടെ നാട്ടിലെ ആളുകളെ ഒരുപാട് ബോധവാന്മാരാക്കി എന്നുകൂടി പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു തിരുത്തൽ ഈ പാർട്ടിക്കകത്ത് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സഖാവ് പിണറായി വിജയനെ ഒരു 5 വർഷം മുമ്പ് അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അദ്ദേഹത്തെ ഭീകരനായിട്ട് ചിത്രീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് കൂടി പാർട്ടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു ക്യാപ്റ്റനിൽ നിന്ന് ഒരു ഭീകരൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് എങ്ങനെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്, അതിന് ഏത് രീതിയിലാണ് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുക.
ഇതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാത്ത പക്ഷം ഒരു കാരണവശാലും പാർട്ടിക്ക് ഒരു തിരുത്തലുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളോട് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു നിലപാടുകൾ, അതെനിക്ക് തോന്നുന്നു ഈ ആശാവർക്കർമാരുടെയൊക്കെ സമരത്തിന്റെ സമയത്തുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ പല വിഷയത്തെയും നമുക്ക് പല രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതിന് ചില സ്ഥലങ്ങളിലൊക്കെ സംയമനത്തോടു കൂടി നിൽക്കേണ്ടതും വളരെ ആലോചിച്ചും വേണം ഓരോ പ്രസ്താവനകൾ നടത്താൻ വേണ്ടിയിട്ട്. എടുത്തു ചാടി വീണ ജോർജ് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും, അവർ മാധ്യമത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക കൂടിയാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം പറയാൻ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവേണ്ടതായിരുന്നു. മറിച്ച് അവരെ അത് താനെന്തൊക്കെയോ ആയിപ്പോയി എന്നുള്ളൊരു ഭാവം, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അവരോടുള്ള ഒരു രോഷം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ധീരതയൊക്കെ നമുക്ക് കാണിക്കാം, പക്ഷേ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ആ ധീരത മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ പരിഹസിച്ചു തുടങ്ങും, ജനങ്ങൾ വെറുത്തു തുടങ്ങും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാർട്ടി പോകാൻ വേണ്ടി പോകുന്നത് ഗ്രഹസന്ദർശനത്തിനാണ്. ജനുവരി 15 തീയതി തുടങ്ങി 22 തീയതി വരെയാണ് ഈ ഗ്രഹസന്ദർശനം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഗ്രഹസന്ദർശനം നടത്തുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നടത്താൻ പാർട്ടിക്ക് സാധിക്കണം. ഈ ഗ്രഹസന്ദർശനത്തിന് ഇറങ്ങുന്ന പല ആളുകളും ഇപ്രാവശ്യം ഈ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ LDF വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും കൂടി CPM ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, സഖാവായിട്ടൊരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വാർഡിൽ LDF വളരെ വലിയ ഭൂരിപക്ഷമുള്ളതാണ്, അല്ലെങ്കിൽ CPM വളരെ വലിയ മേൽക്കൈയുള്ളതാണ്. ആ വാർഡിൽ UDF വീട് കയറാൻ പോലും ആളുകളില്ല. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പാർട്ടി വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്. പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് പാർട്ടിയോടുള്ള പിണക്കം? ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് CPM സാധിച്ചു കഴിഞ്ഞാൽ CPM ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. അതല്ല മറിച്ച് നമ്മളെ താത്വിക അവലോകനം പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് മുമ്പോട്ട് പോകുന്നതും, അല്ലെങ്കിൽ മൂന്നാം ഒരു പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര വലിയൊരു നിരാശയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ അവസരത്തിലാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ ഓർമ്മ വരുന്നത്. 2019 LDF കനത്ത പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ പരാജയത്തെ തുടർന്ന് അദ്ദേഹം എങ്ങനെയാണ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തതെന്നും അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള തുടർ നടപടി ക്രമങ്ങൾ, അദ്ദേഹം തന്നെ നേരിട്ട് ഭവന സന്ദർശനത്തിനിറങ്ങി ആളുകളെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക്, ആ സമയത്താണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം നടന്നിട്ടുള്ളത്. ആ സമയത്താണ് ഇത്രയും വലിയൊരു പരാജയം LDF ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പരാജയം LDF ഉണ്ടായത്. ആ ഒരു പരാജയത്തിൽ നിന്ന് കരകയറാനായിട്ട് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം തന്നെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് CPM ചെയ്യേണ്ടിയിരുന്ന ഗ്രഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2025 ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു തിരിച്ചടി, ഇപ്പോൾ ഗോവിന്ദൻ മാഷെ സംബന്ധിച്ച് അദ്ദേഹം ന്യായീകരിക്കുന്നത് എന്താ വെച്ചാൽ 17 ലക്ഷത്തിൽ പരം വോട്ടുകൾ CPIM കൂടുതലുണ്ട് എന്നൊക്കെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ എത്ര ലക്ഷം വോട്ടുകൾ പുതിയതായിട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടാവും? എത്ര വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവും? അതെല്ലാം കൂടെ ടാലി ചെയ്ത് അനലറ്റിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഗോവിന്ദൻ മാഷ് പറയുന്ന കാര്യത്തിനൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിയാലിറ്റി എപ്പോഴും റിയാലിറ്റിയാണ്. ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരമായിട്ട് തങ്ങൾ 100% ഓക്കെയാണ്, ഞങ്ങളെ ആരും വിമർശിക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പ്രതീക്ഷയും CPM പ്രവർത്തകർക്ക് വേണ്ട. 2026 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല UDF എന്നുള്ളത് സത്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിലവിലുള്ള UDF സംവിധാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് UDF അവർ വോട്ട് കുത്തേണ്ട ഒരു ഗതികേടുണ്ടാവും. ആ ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ സാധാരണ വോട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം.
അതിപ്പോൾ വാർദ്ധക്യ പെൻഷൻ കൊടുത്തത് കൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവത്തില്ല. അവരെ സംബന്ധിച്ചിട്ട് അവന്റെ വാട്ടർ ബില്ല് ഏത് തരത്തിൽ കുറവ് വരുത്താൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കണം. ഇലക്ട്രിസിറ്റി ബില്ലിൽ ഏത് തരത്തിൽ കുറവ് വരുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ബിൽഡിംഗ് ടാക്സും ലാൻഡ് ടാക്സും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏത് രീതിയിൽ കുറവ് വരുത്താൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ഈ പെനാൽറ്റി, ഇപ്പം ഞാൻ പറയുന്ന ഈ MVD നടപ്പിലാക്കിയിരിക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങളും അതുമായി ബന്ധപ്പെട്ട പെനാൽറ്റികളൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ റോഡ് പോലെയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ സിസ്റ്റം മാതിരി ഒന്നുമല്ല നമ്മുടെ കേരളത്തിലെ റോഡുകളും കേരളത്തിലെ സിസ്റ്റവും. അതിനൊക്കെ ഉപരി കേരളത്തിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പെനാൽറ്റി, ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹെൽമെറ്റ് വെക്കാതെ ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷവും. നിയമം പാലിക്കാൻ തന്നെയുള്ളതാണ്. അത് മനുഷ്യൻ്റെ ജീവന് തന്നെ സേഫ്റ്റി നൽകുന്ന ഒന്നാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ. പക്ഷേ ഒരു ആൾ പെട്ടെന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് 500ഉം 1000ഉം ഒക്കെ പെനാൽറ്റി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അത് സഖാവായാലും ശരിയാണ്, വോട്ടർമാരായാലും ശരിയാണ്, അത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ, പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, പിന്നെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, നെല്ല് സംഭരണത്തിലെ പിഴവുകൾ, വന്യജീവി ആക്രമണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും സർക്കാരിൻ്റെ ശ്രദ്ധ പോകേണ്ടതുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അടുക്കൽ പോയിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പദ്ധതികളുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് സഖാക്കന്മാരെ ഇത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പാർട്ടി തിരുത്തൽ നടപടികളായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാര്യമില്ല. കാരണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സഖാക്കന്മാരാണ്. ഈ സഖാക്കന്മാരുടെ മനസ്സിലുള്ള ഒരു വിങ്ങലുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടാവും. ഓരോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ പഞ്ചായത്തിലും ഉണ്ടാവും ഇടഞ്ഞു നിൽക്കുന്ന. തീർച്ചയായിട്ടും ഒരുപാട് വിങ്ങലോടുകൂടി പാർട്ടിയുടെ ഇന്ന് ഈ ഒരു പരാജയത്തിൽ വിങ്ങലോടുകൂടി വീടുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. കാരണം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ CPM ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ വോട്ട് ഇപ്രാവശ്യം UDF നൽകിയിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ടുള്ള മനോവിഷമം, ആ ഒരു വിഷമം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു തിരുത്തൽ ആവശ്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റിയതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയത് ഒരു തെറ്റായിട്ട് തന്നെ പാർട്ടി കാണേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. ഒരു സമുദായ നേതാവിനെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറ്റേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ വരാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അതിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു വലിയ സഖാവിൻ്റെ ഒരു വിടവ്, ആ വിടവ് നികത്താനായിട്ട് CPM ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുപോലുള്ളൊരു സഖാവ് ഇനി CPM ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ ഒരു വിടവ് ഭയങ്കര നിസ്സാരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല CPM സംബന്ധിച്ചിട്ട്. ഏതായാലും CPM തിരുത്തലുകൾക്ക് ഒരുങ്ങുന്ന സമയത്ത് അടിത്തട്ടിലുള്ള സാധാരണ സഖാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം ജനങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാത്ത ഒരു തിരുത്തലുമായിട്ടാണ് CPM സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ വരുന്നത് എങ്കിൽ 2026 പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും അവരുടെ വിധി എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ.